ഞാനിപ്പോൾ എനിക്ക് വരുന്ന വർക്കുകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒരു ബുക്കിൽ ഇങ്ങനെ എഴുതി വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ക്ലിയർ ആയിട്ട് തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് എഴുതി വെക്കുമ്പോൾ പെട്ടെന്ന് ക്ലിയർ ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റാറുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ വേഗം ഇരുന്ന് എഴുതുന്നുണ്ട്. അപ്പോൾ കുറച്ച് കൺഫ്യൂഷൻസും കാര്യങ്ങളൊക്കെ വരാറുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കും. ഞാൻ എൻ്റേതായ രീതിയിലൊക്കെ കുറേയൊക്കെ ഇങ്ങനെ എഴുതി വെക്കാറുണ്ട് കേട്ടോ. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞാനിത് സിൽക്ക സാൻഡിൽ ഇട്ട് വെച്ചിരുന്ന മറ്റേ ലോട്ടസിൻ്റെ ആണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ നല്ല കളർ ഉണ്ടായിരുന്ന അതിൻ്റെ പെറ്റൽസ് ഇതേപോലെ നല്ല കളർഫുള്ളായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ബാക്കിയുള്ള ഫ്ലവേഴ്സിൻ്റെ കളേഴ്സൊക്കെ മാറിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് കാരണം കുറച്ച് ഡാർക്കാണ്, എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ ഫുള്ളായിട്ട് ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ ആക്കി ഞാനത് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് വേറെ വർക്കിൻ്റെ ഒരു റോസ് പെറ്റൽസാണ് കേട്ടോ. അപ്പോൾ അത് ഫുള്ളായിട്ട് ഡ്രൈ ആക്കിയിട്ടാണ് എൻ്റെ കയ്യിൽ തന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഞാനതിൽ കുറച്ച് ഡാർക്കനായിട്ടുള്ള ഫ്ലവേഴ്സ് ഞാൻ വേഗം മാറ്റിയിട്ടോ. അപ്പോൾ അവർക്ക് കുറച്ച് ഡാർക്കായിട്ടുള്ള ഫ്രെയിം മതി എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അങ്ങനെ അതൊക്കെ മാറ്റി സെപ്പറേറ്റ് ആയിട്ട് വെച്ചു കേട്ടോ. അപ്പോൾ ഇതേപോലെയൊക്കെ ചെയ്യാനായിട്ട് വെഡ്ഡിങ് വർമാല പ്രിസർവേഷൻ ചെയ്യണമെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ.